ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽസിൻ്റെ എന്താണ് പാർട്ട് നോക്കിയപ്പോൾ എന്താണ് പാർട്ട് 14 ആണ് ഇന്ന്. നമുക്ക് അതിൽ ഇന്നത്തെ പാർട്ട് 14 നോക്കാം. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എടുപ്പ് ഇത് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു എന്താണ് 1 + tan x dx ഈക്വൽസ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്. ഇതെന്താണ്, ഇതൊരു ഓപ്ഷനെല്ലാം തന്നിട്ടില്ല ക്വസ്റ്റ്യൻ. ഒരു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല ക്വസ്റ്റ്യൻ. പക്ഷേ ഇനി കാൽക്കുലേഷന് ഇത്ര സ്റ്റെപ്പ് ചെയ്യണമല്ലോ, പക്ഷേ ഒരു മാർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത് എ ബി സി ഡി. നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സീക്ക് എക്സ് 1 + tan x dx. ഇവിടെ എന്താണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? എനിക്കൊന്ന് ബൈ പാർട്സ് മെത്തേഡ് തോന്നുന്നു. കാരണം ഫസ്റ്റ് ഫംഗ്ഷൻ എൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ എല്ലാം കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു 1 + tan x dx. അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഇവർ ഇതിലേക്ക് എന്ത് ചെയ്ത് ഈ സീക്ക് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടിലേക്ക്. അപ്പോൾ എന്താ അതിപ്പോൾ എന്തായി മാറും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു അതടുത്ത് നിൽക്കട്ടെ, പിന്നെന്താ സീക്ക് എക്സ് ഇൻറ്റു 1 എന്ന് പറയുന്നത് സീക്ക് എക്സ് പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു tan x എന്ന് പറയുന്നത് സീക്ക് എക്സ് tan x. ഇതിപ്പോൾ ഇൻ്റഗ്രൽ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ ഇതിപ്പോൾ എന്ത് ചെയ്ത് ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റാക്കി, ഇതിലേക്ക് സ്പ്ലിറ്റാക്കി ഇത് ഒരു ഇൻ്റഗ്രൽ, പിന്നെ ഇത് പ്ലസ് ഈ ഒരു ഇൻ്റഗ്രൽ. അപ്പോൾ എന്താ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എന്താണ് സോറി ഇത് സീക്ക് എക്സ് അല്ല, കംപ്ലീറ്റ് എന്താ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ്. അപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് എന്തുണ്ട് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് tan x. അപ്പോൾ എന്താ ആക്ച്വലി സീക്ക് എക്സ് മാത്രമല്ല മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത്, ഇ റൈസ് ടു എക്സും കൂടിയാണ്. ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതും ഇതിൽ മൾട്ടിപ്ലൈ, അപ്പോൾ ഇത് തന്നെ കിട്ടും. ഇതിനോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു tan x. അപ്പോൾ അതിനെന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡി എക്സ് ഫസ്റ്റ് ഇൻ്റഗ്രൽ പ്ലസ് അങ്ങനെയല്ല ഫസ്റ്റ് ഇൻ്റഗ്രൽ എന്നല്ല I1, അതേപോലെ പ്ലസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് tan x dx. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡി എക്സ് നമുക്ക് എന്ത് ചെയ്ത് നമുക്ക് നമ്മളെ എങ്ങനെയാണ് എന്താ ബൈ പാർട്സ് മെത്തേഡിൽ ഇതെന്തായാലും എക്സ്പോണൻറ്റ് ലാസ്റ്റ് വരുന്നതുകൊണ്ട് എന്താണ് നമുക്ക് ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. ലീസ്റ്റ് പ്രയോറിറ്റി ഇല്ലാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഫംഗ്ഷന്, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് നമ്മളെ ബൈ പാർട്സ് മെത്തേഡ് എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ് ഈക്വൽ ടു, ഞാൻ വീണ്ടും ഫോർമുല റിവൈസ് ചെയ്യിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഓക്കെ എല്ലാം ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ ഇ റൈസ് ടു എക്സ് ഇവിടെ പോയി ഇ റൈസ് ടു എക്സ് അല്ല സീക്ക് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ സീക്ക് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. നമുക്ക് എന്തായാലും അറിയാം ഇതിൻ്റെ ഈ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് അല്ല ഇ റൈസ് ടു എക്സ് തന്നെ. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സും ഇ റൈസ് ടു എക്സ് തന്നെ ഡെറിവേറ്റീവ് ഇയാൾക്ക് ഒരു കൂസലും ഇല്ല. ഡെറിവേറ്റീവ് എടുത്താലും ഇൻ്റഗ്രൽ എടുത്താലും അല്ല ഇ റൈസ് ടു എക്സിനെ കിട്ടുന്നത്. നമുക്കതിൽ നോക്കാം. അപ്പോൾ എന്താണ് സീക്ക് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു എക്സിനെ ഇ റൈസ് ടു എക്സിൻ്റെ സീക്ക് എക്സ് മൈനസ് എന്താണ് ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് tan x ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് tan x അത് നിങ്ങൾ ഡിഫറൻസിയേഷൻ വരെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അതാണ് മൈനസ് ഇൻ്റഗ്രൽ. അപ്പോൾ സീക്ക് എക്സ് tan x പിന്നെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഓൺ പുട്ടിങ് ദ വാല്യൂ ഓഫ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഇത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് എടുത്ത്, പിന്നെന്താ ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്ത്. അപ്പോൾ ഇതെന്തായി ഈ പറഞ്ഞ ഓക്കെ. ഇവിടെ ഇപ്പം ചില കട്ടിങ്സ് ഫിറ്റിങ്സ് നടക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഇത് നമ്മൾ എന്താണ് ഇതിപ്പോൾ I1 അല്ല എടുത്ത്, ഈ I1 എന്നുള്ള വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I1 നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഇ റൈസ് ടു എക്സിന് സീക്ക് എക്സ് മൈനസ് ഇൻ്റഗ്രൽ എന്താണ് സീക്ക് എക്സ് tan x ഇ റൈസ് ടു എക്സ് ഡി എക്സ്. നമ്മൾ ഇതിൻ്റെ പകരം ഈ സെക്കൻഡ് ഈ കിട്ടിയ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഇതിൻ്റെ പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ I ഈക്വൽ ടു എന്താണ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്താണ്, അതായത് നമ്മൾ ഇവിടെ ഈ ഇൻ്റഗ്രലിൻ്റെ പകരമാണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക അത്. അപ്പോൾ എന്താ ഇവിടെ നമ്മളിങ്ങനെ ഒരു ഇൻ്റഗ്രൽ അത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ ബൈ പാർട്സ് വെച്ചിട്ട്. അതാണ് ഇതിന് ഈ പറയുന്ന ഇതിന് പകരമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കട്ടിങ്സ് ഫിറ്റിങ്സ് നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പകരം ഇത് എഴുതുമ്പോൾ ഇ റൈസ് ടു എക്സിന് സീക്ക് എക്സ്, പിന്നെന്താ ഇവിടെ ഒരു മൈനസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സീക്ക് എക്സ് tan x ഡി എക്സ് ഉണ്ട്. ഇത് എന്താണ് ഇത് I1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച ബൈ പാർട്സ് വെച്ചിട്ട് കണ്ടുപിടിച്ചത്. ഇത് പ്ലസ് ഒരു സാധനം കാണുന്നുണ്ടല്ലോ, പ്ലസ് ഈ സാധനം ഇത് എന്താ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതാണ് നമ്മൾ സെക്കൻഡ് I2 എന്ന് പറയുന്ന ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സീക്ക് എക്സ് tan x ഡി എക്സ്. അപ്പോൾ ഇത് കാണുന്നുണ്ടോ മൈനസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സീക്ക് എക്സ് tan x ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സീക്ക് എക്സ് tan x ഇ റൈസ് ടു എക്സ് ഡി എക്സ്. എടോ ഇത് പ്ലസ് മൈനസ് ആണ് ഇത്, അതായത് മൈനസ് എക്സ് പ്ലസ് എക്സ് ഇക്വൽ 0. ഒരേ ക്വാണ്ടിറ്റി പക്ഷേ എന്താണ് ഓപ്പോസിറ്റ് സൈൻ. അപ്പോൾ ഇത് രണ്ടും കട്ടായിപ്പോയി പ്ലസ് സി. അപ്പോൾ എന്താ ഇത് മാത്രം ബാക്കിയായിപ്പോയി. അപ്പോൾ I ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു എന്താണ്
സീക്ക് എക്സ് പ്ലസ് സി ഇതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ബൈ പാർട്സ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്തായി ഈ പ്രശ്നക്കാരനായിട്ടില്ല, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നി. ഇതിൽ നമ്മൾ ഏതാ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് എടുക്കും. ഇവിടെ കാരണം 3 ഫംഗ്ഷൻ ഉണ്ട്, സീക്ക് എക്സ് ഉണ്ട്, ടാൻ എക്സ് ഉണ്ട്, ex ഉണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താ വളരെ എളുപ്പത്തിൽ നമ്മൾ ഇതിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തുകൊണ്ട് എന്തായാലും മൈനസും പ്ലസും കൂടി ക്യാൻസൽ ആയിപ്പോയി. ലാസ്റ്റ് ആൻസർ ex സീക്ക് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് വന്ന്. അപ്പോൾ എന്താണ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്കിനി എന്തായാലും എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ കൂടി ഇതുപോലത്തെ ഒരു ടൈപ്പില്ല, ഇത് ടൈപ്പല്ല, ഇങ്ങനത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം. ഇൻ്റഗ്രൽ എന്താണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 7dx = 0. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം നമ്മൾ, അതായത് ഈ സ്റ്റാൻഡേർഡ് ഫോം എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോർമാറ്റ്, അതായത് ഇതൊരു സ്ക്വയർ എന്ന് പറയേണ്ടത് ഒരു കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് പോലെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ അതായത് നമ്മളൊരു സ്പെഷ്യൽ ഇൻ്റഗ്രൽ ഉണ്ടല്ലോ പറയുന്നത്, ഇതിൻ്റെ പകരം ഒരു സ്പെഷ്യൽ ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഇതിൽ നോക്കാം. ഇതിനെ ഇപ്പോൾ എന്തായാലും കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് 8x പ്ലസ് 1. അപ്പോൾ എന്ത് ചെയ്ത് ഈ 8x അതായത് 8 എക്സിൻ്റെ കോയിഫിഷ്യൻ്റ്, അപ്പോൾ അതിൻ്റെ പകുതി 4 അതിൻ്റെ സ്ക്വയർ അതിനെ കൊണ്ട് ആഡ് ചെയ്ത് അതിനെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്ത്, കാരണം എന്താണ് ക്യാൻസൽ ആയി പോകണം രണ്ടും കൂടിയിട്ട്. അപ്പോൾ എന്താ ഇതിപ്പോൾ എന്താ ഇത് എക്സ് സ്ക്വയർ. അപ്പോൾ നിങ്ങൾ നോക്കി ഇതിപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8x 4 സ്ക്വയർ എത്രയാ പ്ലസ് 16. ഇത് ഏതിൻ്റെ ഒരു ഫോർമാറ്റാണ്, എ മൈനസ് ബി ഹോൾ സ്ക്വയർ പോലെ ഉണ്ടല്ലോ. ഇത് എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയറിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എക്സ് സ്ക്വയർ എന്താണ് പ്ലസ് 4 സ്ക്വയർ 16 പിന്നെ മൈനസ് 2 × x × 4 മൈനസ് 8x. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് അല്ല. അപ്പോൾ എന്താ അങ്ങനെ വന്നത്. അപ്പോൾ എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ, ഇതാണ് നമ്മൾ എക്സ് സ്ക്വയറിന് ടേമായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ എന്താ ഇവിടെ ഒരു പ്ലസ് 7 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മൈനസ് എന്തുണ്ട് മൈനസ് 4 സ്ക്വയർ ഉണ്ട്. അപ്പോൾ 7 മൈനസ് 16 വരും. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഏതെന്ന് പറയുന്നത് എ സ്ക്വയർ ആയിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഏതെങ്കിലും നോക്കാം ഇതെന്താ വരുമോ എന്നുള്ളത്. 7 മൈനസ് 16 എത്രയാണ് 9 അല്ല സോറി മൈനസ് 9. ഓക്കെ, ഇപ്പോൾ ഈ 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ. അപ്പോൾ നമുക്ക് എ സ്ക്വയർ ആയിട്ട് എ സ്ക്വയർ = 9. അപ്പോൾ എ = എന്താ 3 ലൈക്കിനോ. അപ്പോൾ എന്താ ഇതിപ്പോൾ 9 ആവുന്ന സമയത്ത് നമുക്ക് അതിനെ 3 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇതെന്തായി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോർമാറ്റിലായി. അപ്പോൾ എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ മൈനസ് 9ൻ്റെ പകരം എന്ത് എഴുതി 3 സ്ക്വയർ. ഇപ്പോൾ നമ്മൾ എന്ത് ഫോർമാറ്റ് വന്നു, റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ dx സിമ്പിൾ ഇൻ്റഗ്രലായി മാറി. നമുക്ക് അറിയുന്ന ഫോർമാറ്റാണ് x/2 × റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എന്താണ് a²/2 × log x പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ ഫോർമുല അത്യാവശ്യം ഒരു ഭയങ്കര ലെങ്തി പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ എന്താ എക്സിൻ്റെ സ്ഥാനത്ത് x-4 ആയില്ലത്. അപ്പോൾ എന്താ x-4 / 2 പിന്നെന്താ ഈ പറഞ്ഞ ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. നിങ്ങൾക്ക് ഇങ്ങനെയും വേണ്ടിക്കൽ എഴുതാം, അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. ഈ പറയുന്ന നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ആ ക്വസ്റ്റ്യൻ അതേപോലെ അങ്ങ് എഴുതി കൊടുത്തത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 7. അതാ ഇവർ ക്വസ്റ്റ്യൻ തന്നെ അങ്ങ് എഴുതിയിട്ടില്ല. അത് കാരണം ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടാൻ പോകുന്നത് പ്ലസ് മൈനസ് അതായത് x/2 എന്ന് പറയുന്നതല്ല സോറി എ സ്ക്വയർ 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ a = 3. അപ്പോൾ എന്താ a സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/2 ലോഗ് എക്സ് എന്ന് പറയുന്നത് എന്താ ഇവിടെ x-4. അപ്പോൾ x-4 പ്ലസ് എന്താണ് പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ പിന്നെയും ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ എന്താ ഈ ക്വസ്റ്റ്യനിൽ എന്തായാലും അത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 7 പിന്നെയും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 7 പ്ലസ് സി ഇതാണ്. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഓപ്ഷൻ ഡി. കാരണം ഇതിലെ എല്ലാം ഏകദേശം സെയിം ആൻസർ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതാണ് ചില സ്ഥലത്തെല്ലാം പ്ലസും മൈനസിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമ്പോൾ ആൻസർ മാറിപ്പോകുന്നത്. ഇതായിരിക്കും അപ്പോൾ ആൻസർ ½ × x-4 × റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 7 മൈനസ് 9/2 × ലോഗ് x-4 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 7 പ്ലസ് സി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് 15 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനി കാണാം.